പിന്നെ കേരളത്തിലെ ഒരു സ്ഥാപനത്തും കാണാത്ത ഒരു പ്രത്യേകതയും കൂടെ പറയാം. 3 മാസം കൂടിയിരിക്കുമ്പം നമ്മളുടെ അക്കൗണ്ട് ഫൈനലൈസ് ചെയ്ത് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഒപ്പിട്ട് ഇവിടുത്തെ ഓഡിറ്റ് കമ്മിറ്റി, കിഫ്ബിയുടെ ഓഡിറ്റ് കമ്മിറ്റിയിൽ വെച്ച്, ഓഡിറ്റ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് മെമ്പേഴ്സാണെന്ന് ഓർക്കണം, എല്ലാവരും എക്സ്പേർട്സ്. കിഫ്ബിയുടെ ഓഡിറ്റിനെ കുറിച്ചും വ്യത്യസ്ത അഭിപ്രായം. അതെ, അപ്പോൾ അത് ഞാൻ പറയാം. അപ്പം ആ ഓഡിറ്റ് കമ്മിറ്റി വെച്ചിട്ട് വേണം നമ്മൾ അസംബ്ലിയുടെ മുമ്പിൽ വെക്കാൻ. കിഫ്ബിയുടെ ഓഡിറ്റിനെ കുറിച്ച് പല അഭിപ്രായങ്ങളും പറഞ്ഞു. AGയെ ഓഡിറ്റ് ചെയ്യാൻ അനുവദിക്കുന്നില്ല. ഈ കഴിഞ്ഞ 5-6 മാസം മുമ്പ് വരെയും AGയുടെ ടീം ഇവിടെ ഉണ്ടായിരുന്നു, മൊത്തം ഓഡിറ്റ് ചെയ്തു. അവരിവിടെ വരുമ്പം എങ്ങനെയാണ് ചെയ്യുന്നറിയാം, സാധാരണ സ്ഥാപനങ്ങൾ ചെയ്യുന്ന പോലെയല്ല. അവർക്ക് കിഫ്ബിയുടെ എൻ്റയർ ഡോക്യുമെൻസിൻ്റെ പാസ്വേഡും പിന്നെ ആക്സസും കൂടെ അത് സിസ്റ്റത്തിലേക്ക് കൊടുക്കുകയാണ്. ഈ 5000-6000 പാക്കേജസ് ഇവിടെ ഓടുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനൊരു സ്ഥാപനത്തിന് പേപ്പർ ഫയല് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ വല്ലാത്ത കൺഫ്യൂഷനാവും. ഇപ്പോൾ ഇങ്ങോട്ട് കയറി വന്നപ്പം പേപ്പർ ഫയലേ കാണത്തില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫയലും ഇലക്ട്രോണിക് രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷേ ഏജിയുടെ ടീം വരുമ്പം ഈ ഇലക്ട്രോണിക് സിസ്റ്റത്തിൻ്റെ താക്കോൽ അവരെ ഏൽപ്പിക്കും. അവർക്ക് എന്ത് വേണേലും നോക്കാം. അവർ നിരന്തരമായിട്ട് വന്ന് അവർക്കൊരു കലണ്ടറുണ്ട്. ആ കലണ്ടർ അനുസരിച്ച് വന്ന് പോയി അവർ റിപ്പോർട്ടും തരും. ഈ റിപ്പോർട്ടിനകത്തൊന്നും അടിസ്ഥാനപരമായിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളോ കുറ്റങ്ങളോ പറഞ്ഞിട്ടില്ല.